ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡോക്ടർക്ക് അതിലുള്ള റോള് എന്ന് വെച്ചാൽ അസുഖം മാറ്റുന്നതിലുള്ള പങ്ക് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. ആക്ച്വലി രോഗിയാണ് ആളുടെ അസുഖത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. രോഗി ശ്രദ്ധിക്കണമെങ്കിൽ രോഗി അതിനെക്കുറിച്ച് ബോധവാനായി. പ്രമേഹത്തിന്റെ പിതാവ് എന്ന് നമ്മൾ മോഡേൺ മെഡിസിനിൽ പറയുന്ന എലിയോട്ട് ജോസ്ലിൻ എന്ന് പറഞ്ഞിട്ട് ആള്. ആക്ച്വലി പ്രമേഹത്തിന്റെ പിതാവ് അതിനും വളരെ പണ്ട് ആയുർവേദത്തിലെ ശുശ്രുതൻ അദ്ദേഹമാണ് പ്രമേഹം ആദ്യമായി കണ്ടുപിടിച്ചത്. മധുമേഹം എന്നാണ് പ്രമേഹത്തിന് മോഡേൺ മെഡിസിനിലെ എലിയോട്ട് ജോസ്ലിൻ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ those who knows best lives the longest. എന്ന് വെച്ചാൽ പ്രമേഹത്തെക്കുറിച്ച് വളരെ നന്നായി മനസ്സിലാക്കുന്ന ആൾ വളരെ കാലം ജീവിച്ചിരിക്കും. ഏറ്റവും കുറവറിയുന്ന ആൾ വളരെ കുറച്ചേ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഈ ക്യാമ്പുകളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഒരു തവണ ഷുഗർ നോക്കിയത് കൊണ്ടോ BP നോക്കിയത് കൊണ്ടോ അസുഖം കണ്ടുപിടിക്കാം. എന്നാൽ കണ്ടുപിടിച്ചു അതോടുകൂടി എല്ലാം ആയി. അത് ഒരു തുടക്കം മാത്രമാണ്. അതിനുശേഷമാണ് നിങ്ങൾ ശരിക്കും അതിന് വേണ്ടുള്ള ബാക്കി ചികിത്സാക്രമങ്ങളും തുടർച്ചയായിട്ടുള്ള ഫോളോ അപ്പ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കുറച്ച് ഈ പ്രമേഹവും ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് കുറച്ച് ബോധവാന്മാരാക്കുക എന്നുള്ളത് മാത്രമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെയും ഉള്ള ഒരു പ്രത്യേകത മനസ്സ് ശരീരവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നേരത്തെ സൂചിപ്പിക്കേണ്ടത്. മനസ്സിന്റെ പങ്ക് അഥവാ സ്ട്രെസ് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഈ ജീവിതശൈലി രോഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രകടമാകുന്നത്. പ്രത്യേകിച്ചും ഡയബറ്റീസിന്റെ കാര്യത്തിൽ പണ്ടൊക്കെ പ്രൂവണായിട്ടുണ്ടായിരുന്നത് ഹൈപ്പർ ടെൻഷൻ, കൂടിയ BP എന്ന് വെച്ചാൽ ടെൻഷൻ കൂടുമ്പോൾ BP കൂടുന്നു എന്ന് പറയാറുണ്ട്. അത് വളരെ പ്രൂവണാണ് ആ ഒരു റിലേഷൻ. എന്നാൽ ഡയബറ്റീസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് ഇതുവരെയും എല്ലാവരും പറയുമെങ്കിലും അത് എക്സ്പെരിമെന്റലായിട്ട് പ്രൂവ് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ റീസെന്റ് ഇയേഴ്സ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ അമൃതയിലെ ഒരു സ്റ്റഡി നടക്കുന്നുണ്ടായി. 6 മാസം 100 പേർക്ക് യോഗ പഠിപ്പിച്ചു. യോഗ എന്ന് വെച്ചാൽ അതിൽ പ്രാണായാമം ടെക്നിക്സ് നടത്താം. 100 പേർക്ക് അത് ചെയ്തു. എന്നിട്ട് 6 മാസത്തിന് ശേഷം 2 പേരുടെയും ഷുഗർ ലെവൽസ്, അവരുടെ സ്ട്രെസ് ഹോർമോൺ ലെവൽസ് ഇതെല്ലാം മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യോഗ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നതിൽ വളരെ പ്രകടമായ വ്യത്യാസങ്ങളാണ് അതിൽ കണ്ടത്. അപ്പോൾ അത് റീസെൻ്റ്ലി ഒരു 2 months ബാക്ക് അത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. എന്ന് വെച്ചാൽ ജേർണൽസിൽ, മെഡിക്കൽ ജേർണൽസിൽ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് പ്രൂവൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ആണ്. അപ്പോൾ അതിനെല്ലാം തന്നെ വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട്. എന്ന് വെച്ചാൽ മനസ്സ് നമ്മൾ ശാന്തമാക്കി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളിലൊക്കെ തന്നെയും വളരെ പ്രകടമായ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അങ്ങനെ മനസ്സിനെ ശാന്തമാക്കാൻ ഉതകുന്ന സംരംഭങ്ങൾ, ഉദാഹരണത്തിന് ബ്രഹ്മകുമാരീസ് പോലെയുള്ള ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഇനിയും വളർന്നു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.